ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിക്ക ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അതായത് എഴുതാനും വായിക്കാൻ അറിയാം, പക്ഷെ സംസാരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. ക്യാബിൻ ക്രൂ ആവാന്നുള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നുള്ളത് എന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. സോ അന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് എന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. സോ ഇൻ ദിസ് വീഡിയോ ഐ എം ഗോണ ടോക്ക് അബൌട്ട് 3 തിങ്സ് ദാറ്റ് ഹെൽപ് മീ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്. നമ്പർ 1, ടോക്ക് ആൻഡ് ടോക്ക്. നിങ്ങൾക്ക് സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ആൻഡ് ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ. നിങ്ങൾക്കറിയോ ഞാൻ എന്താ ചെയ്യുന്നത്? അതായത് പ്രിട്ടൻ മൈസെൽഫ് ആസ് എൻ ഇൻഫ്ലുവൻസർ ഗിവിംഗ് ഇന്റർവ്യൂസ്. ഞാൻ തന്നെ ക്വസ്റ്റൻ ഉണ്ടാക്കുന്നിട്ട് ഞാൻ തന്നെ ആൻസർ ചെയ്യും. ഇറ്റ് വാസ് റിയലി ഫൺ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കോ സിനാരിയോ എടുത്തിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുക. നമ്പർ 2, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നെവർ എവർ ട്രാൻസ്ലേറ്റ് ഫ്രം യുവർ നേറ്റീവ് ലാംഗ്വേജ്. സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ലൈക്ക് അതൊരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക. ഇങ്ങനെ നിങ്ങൾ യൂസ്ഡ് ആകുമ്പോൾ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും സർപ്രൈസ് ക്വസ്റ്റൻ ചോദിച്ചാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ. ആൻഡ് ഹിയർ ഗോസ് ദ തേർഡ് വൺ, നറേറ്റ് എ മൂവി. യെസ്, പിക്ക് എ ഫേവറേറ്റ് ഫിലിം ആൻഡ് സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ് ദ പ്ലോട്ട് ഇൻ ഇംഗ്ലീഷ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മൂവി, ആ മൂവി കാണാത്ത നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ആ സ്റ്റോറി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ്. ഇനി അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് അങ്ങോട്ട് സംസാരിക്കുക. ആൻഡ് യെസ്, ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു മാറ്റം എന്റെ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ട്രൈ ദീസ് അറ്റ്ലീസ്റ്റ് ഫോർ എ മന്ത് ആൻഡ് സീ ദ ഡിഫറൻസ്.